ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണ്. ഇളനീരില്ലാതെ ഇളനീരിൻ്റെ അതേ ടേസ്റ്റിലുള്ള നല്ലൊരു അടിപൊളി ഷെയ്ക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് പാല് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് ഐസാക്കി എടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ജ്യൂസിങ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള പൊങ്ങാണ്. അപ്പോൾ പൊങ്ങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. നമ്മൾ തേങ്ങ വെള്ളം വറ്റിയിട്ട് ഉണ്ടാകുന്ന ആ ഒരു ഉള്ളിലുണ്ടാകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് പൊങ്ങ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലിതിന് പൊങ്ങ് എന്നാണ് കേട്ടോ പറയുക. ഓരോ സ്ഥലത്തും ചിലപ്പോൾ വേറെ വേറെ പേരാവും. അപ്പോൾ ഇവിടെ പൊങ്ങാണെന്ന് പറയുക. അപ്പോൾ നിങ്ങളെന്താ പറയുക എന്നുള്ളതൊന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ പൊങ്ങ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്കൊരു 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഇല്ലെങ്കിൽ ഒരു 2 ഏലക്കായ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായി അറിയിക്കാം. ഇനി നമുക്ക് ജാറടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിതിന് മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുറിച്ചെടുത്തതും കുറച്ച് ചെറി മുറിച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊങ്ങ് വെച്ചിട്ട് നല്ല അടിപൊളി ഇളനീറിൻ്റെ രുചിയിലുള്ള ഇളനീർ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പൊങ്ങി ഷേക്കാണ് കേട്ടോ ഇത്. പൊങ്ങൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.